പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. വുളൂ ചെയ്യുമ്പോൾ സോക്സിൻ്റെ മേൽ തടവിയാൽ വുളൂ ശരിയാകുമോ, അത് മതിയാകുമോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം. ശുദ്ധിയായിക്കൊണ്ട് ഒരാൾ, അഥവാ ശുദ്ധിയായിക്കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വുളൂ ചെയ്തുകൊണ്ടാണ് ഒരാൾ കാലുറ ധരിക്കുന്നത് എങ്കിൽ അത് ഹുഫയാകട്ടെ അതല്ലെങ്കിൽ ഷോക്സ് ആകട്ടെ, അത്തരത്തിൽ ആണ് ധരിക്കുന്നത് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വുളൂ ചെയ്യുന്ന ഓരോ സമയത്തും ഖുഫയോ ഷോക്സോ അഴിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിൻ്റെ മുകളിൽ തടവിയാൽ മതിയാകുമെന്നതാണ് സഹാബിമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പലപ്പോഴും പ്രസ്തുത വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷോക്സിൽ തടവിയിരുന്നു എന്ന് പറയുന്ന ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ്, ആ ഹദീസ് ലഈഫാണ്. ആ ഹദീസ് ലഈഫായതുകൊണ്ട് തന്നെ ലഈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യുവാൻ പാടുണ്ടോ ഇല്ല എന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പല ആളുകളും അത് പാടുള്ളതല്ല, ഹുഫയിൽ തടവുന്നതാണ് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നത്, അതുകൊണ്ട് ഹുഫയിലാണ് തടവേണ്ടത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ആ ഹദീസ് ലഈഫാണ് എങ്കിലും ഇബ്നു ഖുദാമ റഹിമഹുല്ല തൻ്റെ അൽ-മുഗ്നിയിൽ പറയുന്നത് കാണാം, അസ്സഹാബത്തു റളിയല്ലാഹു അൻഹും മസഹു അലൽ ജവാരിബി വലം യൽഹർ ലഹും മുഖാലിഫുൻ ഫി അസ്രിഹിം വകാന ഇജ്മാഅ. സഹാബിമാർ അവർ ഷോക്സുകളിൽ തടവാറുണ്ടായിരുന്നു. ഷോക്സുകളിൽ തടവുന്ന വിഷയത്തിൽ സഹാബിമാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, പ്രസ്തുത വിഷയത്തിൽ സഹാബിമാരുടെ ഇജ്മാ ഉണ്ട് എന്ന് പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പ്രസ്തുത വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് ഷോക്സും അതുപോലെ തന്നെ കുഫയും തമ്മിൽ വേർതിരിവ് നടത്തുക എന്ന് പറയുന്നത് അത് സാധ്യമല്ല. പലപ്പോഴും ഷോക്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുകളിൽ തടവുകയാണെങ്കിലോ അതല്ലെങ്കിൽ വെള്ളം അതിൻ്റെ മുകളിലായി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഈർപ്പമുണ്ടാകുമെന്നും നനവ് സംഭവിക്കുമെന്നും, കുഫയാണെങ്കിൽ അത് തോലുകൊണ്ടുണ്ടാക്കിയത് കൊണ്ട് ഒരിക്കലും തന്നെ ഈർപ്പം സംഭവിക്കുകയുമില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകൾ കാണാം. ആ ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫതാവകളിൽ പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശുദ്ധിയോടുകൂടി അഥവാ വുളൂവോടു കൂടിയാണ് ഒരാൾ ഷോക്സ് ധരിച്ചത് എങ്കിൽ ഹുഫയിൽ തടവുന്നതിൻ്റെ വിധി എന്താണോ അതേ വിധി തന്നെയാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം ബിസ്സവാബ്. ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ. താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയ നിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ്. ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.